അല്ലപ്പാ ഇതെന്തെന്ന് കഥ? ഞാൻ എവിടെ പോയാലും ചാമ്പങ്ങ തന്നെയല്ലോപ്പാ. ഈ ഒരു വെറൈറ്റി ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ കാണുന്നത്. നാട്ടില് ചാമ്പങ്ങ തിന്ന് മടുത്തിട്ടാണ് ഇത് ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വരുമ്പോഴത്തേനും നോക്കറോ മരം നിറച്ചും ചാമ്പങ്ങ. അല്ല, ചാമ്പങ്ങ ഇത്ര വലിയ മരമാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ടാണ് ഇങ്ങനെ വലിയ മരത്തിൽ ചാമ്പങ്ങ പിടിച്ചിട്ട് ഞാൻ കാണുന്നത്. നാട്ടിലെല്ലാം ചെറിയ തൈയിലല്ലേ ചാമ്പങ്ങ ഉണ്ടാവല്. കുറേ കൊല്ലായും തോന്നുന്നു. പിന്നെ ഈ ഒരു വെറൈറ്റി ഇത് നമ്മുടെ തായ്ലൻഡ് ആപ്പിൾ ചാമ്പയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ കളറ് ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. നല്ല വെള്ള കളറും അല്ല, എന്നാൽ പച്ച കളറും അല്ല, നല്ല ലൈറ്റ് ഗ്രീൻ കളറാണ് കേട്ടോ ഇത് വരുന്നത്. ഇതേ നോക്കറോ നല്ല മുഴുത്തൊരു ചാമ്പങ്ങ. ഇതേ ഞാൻ അതിൽ നിന്നൊന്ന് പറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ഥിരം പതിവ് പരിപാടി എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഇത് പറിക്കുക കഴിക്കുക, ഇത് മാത്രമാണ് കേട്ടോ. അത് കൊലയായിട്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഇത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ട് ഇതിൻ്റെ രുചിന്ന്. എന്തായാലും കുടുംബക്കാരെ പറയിച്ചിട്ടാട്ടാ. കളറ് മാത്രമേ വ്യത്യാസമുള്ളൂ, രുചിയെല്ലാം ഒന്ന് തന്നെ കേട്ടാ. പിന്നെ ഇവിടെ മിക്ക വീടുകളിലും ഇതിൻ്റെ ഒരു തയ്യെങ്കിലും ഇല്ലാതിരിക്കില്ല കേട്ടാ. ചോപ്പും വെള്ളയും എല്ലാ കളറിലുള്ളത് ഇവിടെ ഉണ്ട് കേട്ടാ. പിന്നെ വേറൊരു കാര്യം പറയാൻ വേണ്ടി വിട്ടുപോയി. നാട്ടിലിത് ചാമ്പയ്ക്കാണെങ്കിൽ ഇവിടെ ഇത് ജാം റോളാണ് കേട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിലും ഇത് കഴിക്കുന്നതിന് മാത്രം എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടാ. അല്ലാതെ ഇങ്ങനെ തന്നെ പറ ഞാനിതെങ്ങനെ കഴിക്കാതിരിക്കും. എന്നെ സ്നേഹത്തോടെ ജാം റോൾ ഓരോന്നായി പറിച്ചിട്ട് ഇത് എത്തിയും ബേബി എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഞാനിത് കഴിക്കാതിരിക്കും? അപ്പോൾ എന്തായാലും ഞാനിത് കഴിക്കട്ടെ. ആൻഡ് ദ നെക്സ്റ്റ് വീഡിയോ ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.